ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, രാജകീയ ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. അമ്പത്തിയൊന്നാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. ഇസ്രായേൽ എന്ന രാജ്യം ശൗൽ, ദാവീദ്, ശലോമോൻ എന്നിവരുടെ കാലഘട്ടത്തിൽ ഒന്നായി നിന്നു. എന്നാൽ ജനത്തിന്റെ പാപനിമിത്തം ദൈവം ഈ രാജ്യത്തെ രണ്ടായി വിഭജിച്ചു. ശലോമോന്റെ ദാസനായ യെരോബെയാം ഒരിക്കൽ വയലിൽ കൂടെ വരുമ്പോൾ അഹിയ പ്രവാചകൻ അവനെ കണ്ടിട്ട് അങ്കി 12 കീറി 10 കഷ്ണം നീ എടുത്തുകൊള്ളുക, ദൈവം ഈ രാജ്യത്തെ പറിച്ചു കീറി പിടിച്ചു കീറി നിനക്ക് തരുന്നു, 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന പേരിൽ തുടരും. അങ്ങനെ അവിടെ നിരവധി രാജാക്കന്മാർ ഭരണം ചെയ്തുവെങ്കിലും ജനം പലപ്പോഴും മനസ്സുകൊണ്ട് ദൈവത്തെ വിട്ടുമാറിയത് കൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. അവർ പ്രവാസികളായി BC 721 അസീറിയയിലേക്ക് പോയി. ഇനി തെക്കേ രാജ്യം, ചെറിയ രാജ്യം, യഹൂദ്യ, ബെന്യാമിൻ എന്ന 2 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ രാജ്യം. ആ യഹൂദ്യയെയും അവരും ദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്കും മറ്റും തിരിഞ്ഞതുകൊണ്ട് ദൈവത്തിന് അവരെയും ശിക്ഷിക്കേണ്ടി വന്നു. വലിയ രാജ്യത്തിന് കിട്ടിയ ശിക്ഷ കണ്ടിട്ടെങ്കിലും അവർ ദൈവത്തോട് പാപം ചെയ്യരുതായിരുന്നു. പക്ഷേ യഹോവയായ ദൈവത്തെ വിട്ടുമാറുകയും അന്യദേവീദേവന്മാർക്ക് പൂജകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവത്തിന് അവരെയും ശിക്ഷിക്കേണ്ടി വന്നു. ആ 2 ഗോത്രങ്ങളെ BC 606 നെബൂഖദ്നേസർ രാജാവ് ആക്രമിച്ച് ആ പട്ടണവും അവരുടെ ആലയവും മതിലും എല്ലാം തകർത്ത് അവരെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ 70 വർഷം ഈ ജനം ബാബേലിൽ പ്രവാസികളായി കഴിഞ്ഞു. നെഹമ്യാവിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില ആത്മീക ചിന്തകൾ കൂടെ ഞാൻ പറയാം. ഒന്ന്, ഈ മതിൽ പണിയുടെ പശ്ചാത്തലമാണ്. തെക്കേ രാജ്യം യഹൂദ്യ, ബെന്യാമിൻ എന്ന 2 ഗോത്രങ്ങൾ ചേരുന്ന തെക്കേ രാജ്യം. അവര് പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. നെബൂഖദ്നേസർ വന്ന് ആ നാടും നഗരവും മതിലും വാതിലും എല്ലാം തകർത്ത് തരിപ്പണമാക്കി അവരെ ബാബേലിലേക്ക് കൊണ്ടുപോയി. ഈ അനർത്ഥം വരുന്നതിന് മുമ്പ് 23 വർഷം യിരെമ്യാ പ്രവാചകൻ അവർക്ക് അവരുടെ പാപത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചുകൊണ്ടേയിരുന്നു. യിരെമ്യാ പ്രവചനം 25-ാം വാക്യം. എങ്ങനെ എന്നാൽ ആമോന്റെ മകനായ യഹൂദ രാജാവായ യോശിയാവിന്റെ 13-ാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ 23 സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല. ഇനി 27-7. സകല ജാതികളും അവനെയും അവന്റെ മകനെയും മകന്റെ മകനെയും അവന്റെ ദേശത്തിന്റെ കാലാവധി ആകുവോളം സേവിക്കും. യിരെമ്യാവ് പറഞ്ഞ മറ്റൊരു ദൂതാണ്. നെബൂഖദ്നേസർ രാജാവിനെയും അവന്റെ മകനെയും അവന്റെ മകന്റെ മകനെയും ദേശത്തിന്റെ ശിക്ഷയുടെ കാലാവധി തികയുവോളം 70 വർഷം തികയുവോളം അവർ ആ രാജാവിനെ സേവിക്കേണ്ടി വരും. 29-10. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കും. ഇപ്പോൾ ബാബേൽ പ്രവാസം എത്ര വർഷം തുടരുമെന്നാണ് ദൈവം പറഞ്ഞത്? 70 വർഷം. ദാനിയേൽ 9:2 നോക്കിക്കേ. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട്. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ ഒരു കാലസംഖ്യ യിരെമ്യാ പ്രവാചകൻ ഉണ്ടായതനുസരിച്ച് ഞാൻ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു.
യിരെമ്യാ പ്രവചനത്തിലെ 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടില്ലേ? ഇനി ആ 70 വർഷം എന്ന ആ കാലം വന്നതിന്റെ കാരണം എന്താണ്? 2 ദിനവൃത്താന്തം 36:21. യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. 7-ാം വർഷം കൃഷിഭൂമി തരിശായിടണമെന്ന്, ആ ഒരു വർഷം ഭൂമിക്ക് സ്വസ്ഥത കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞു. പക്ഷെ അത്യാഗ്രഹികളായ യഹൂദന്മാർ ആ വർഷവും നിലത്ത് കൃഷി ചെയ്തു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? 7ന്റെ 10 ഗുണിതങ്ങൾ, 10 ഗുണം 7 = 70. 10 ഗുണിതങ്ങൾ ദേശത്തിന് ദൈവം സ്വസ്ഥത നൽകി. 70 വർഷം ദേശം ശൂന്യമായി കിടന്നു. അവർ ബാബേലിലേക്ക് പ്രവാസികളായി അഥവാ അടിമകളായി പിടിച്ചുകൊണ്ടു പോക്കപ്പെട്ടത് 3 ഘട്ടമായിട്ടാണ്. തിരിച്ചു വന്നതും 3 പ്രാവശ്യമായിട്ടാണ്. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ യെരൂശലേമിന്റെ മതിലുകൾ പണിതു. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ ആലയം പണിതു. എസ്രയുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ ജനത്തെ ഒരു ഉണർവിലേക്ക് നയിച്ചു. അപ്പൊ 3 പ്രാവശ്യമായിട്ടാണ് പ്രവാസികളായി പോയത്, 3 പ്രാവശ്യമായിട്ടാണ് അവർ മടങ്ങി വന്നത്. ഇതാണ് ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം. ഈ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് നാം നെഹമ്യാവിന്റെ പുസ്തകം വായിച്ചാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. നെഹമ്യാവിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില ആത്മീക ചിന്തകൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, പ്രാർത്ഥനാ വീരനായ നെഹമ്യാവ്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാർ വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. 3 ഘട്ടമായിട്ടാണല്ലോ ഇവർ മടങ്ങിപ്പോയത്. അക്കൂട്ടത്തിൽ നെഹമ്യാവിന്റെ സഹോദരനായ ഹനാനിയും യെരൂശലേമിലേക്ക് പോയി. കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അന്നത്തെ രാജകൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് ഈ സഹോദരന്മാരോട് ആ നാടിന്റെ സ്ഥിതി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ബാബേൽ സംസ്ഥാനവും അല്ലെങ്കിൽ മേദ്യോപേർഷ്യ സംസ്ഥാനവും യെരൂശലേമും തമ്മിൽ 800 മൈലിന്റെ ദൂരമുണ്ട്. അപ്പൊ 800 മൈൽ ദൂരം നിന്നാണ് അവരിവിടെ വന്ന് ആക്രമിച്ചത്. ഇവരെ ബന്ധിച്ചുകൊണ്ട് പോയതും 800 മൈൽ അഥവാ ഏതാണ്ട് 1200 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ നിന്ന് ഹനാനിയും കൂട്ടരും ഇവിടെ വന്നപ്പോൾ നെഹമ്യാവ് ആ ദേശത്തിന്റെ സ്ഥിതി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ തിരിച്ചു വന്ന ഹനാനിയും കൂട്ടരും നെഹമ്യാവിനോട് പറയുകയാണ്, പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു. പണ്ട് BC 606 നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചപ്പോൾ അതിന്റെ വാതിലുകളെല്ലാം തീവച്ച് ചുട്ടുകളഞ്ഞു, അതിന്റെ മതിലുകളെല്ലാം ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. കഴിഞ്ഞ 70 വർഷമായി ഈ നാട് ശൂന്യമായി കിടക്കുകയാണ്. അതാണ് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിച്ചത്. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും. അങ്ങനെ ശൂന്യമായി കിടക്കുന്നു, തീ വെച്ച് ചുട്ടുകിടക്കുന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ നെഹമ്യാവ് എന്താണ് ചെയ്തത്? അദ്ദേഹം ദൈവസന്നിധിയിൽ ദുഃഖിക്കുകയാണ്. യെരൂശലേമിനോട് യഹൂദന്മാർക്ക് ഭയങ്കര പ്രതിബദ്ധതയായിരുന്നു. 137-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. അടുത്ത വാക്യം, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിച്ചേരട്ടെ. അപ്പൊ ഈ പദങ്ങൾ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? യഹൂദനെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം പട്ടണം അതവരുടെ പ്രതാപത്തിന്റെ ഇടമാണ്, അവരുടെ പ്രശംസാ വിഷയമാണ്, അവരുടെ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്, അവരുടെ തലസ്ഥാനമാണ്, ദാവീദ് രാജാവിന്റെ നാടാണ്. അതുകൊണ്ട് അവർക്ക് ആ നാടിനോട് ഭയങ്കര സ്നേഹവും പ്രതിബദ്ധതയുമാണ്.
യെരൂശലേമേ, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ നിന്നെ ഞാൻ വിലമതിക്കാതെ പോയാൽ, എൻ്റെ വലം കൈ മറന്നു പോകട്ടെ, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. അങ്ങനത്തെ ഒരു യഹൂദൻ ഇപ്പോൾ യെരൂശലേമിനെ കുറിച്ച് കേട്ടതെന്താ? യെരൂശലേമിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും അതിന്റെ മതിലുകൾ ഇടിഞ്ഞും കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ നോക്കിയാട്ടെ. 1-4 വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ 1 ഇരുന്നു, 2 കരഞ്ഞു, 3 ദുഃഖിച്ചു, കുറെ നാൾ ദുഃഖിച്ചു. ഈ വാർത്ത തന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. അവരുടെ പ്രശംസാ വിഷയമായ ആലയം തകർന്നു കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ താൻ കുറെ നാൾ ദുഃഖിച്ചിരുന്നു. കുറെ നാൾ, എത്ര നാളാന്ന് നോക്കണമല്ലോ. നോക്കിയാട്ടെ, 1 വാക്യം. ഹഖല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസം എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറിൽ ഡിസംബർ മാസമാണ്. 2 വാക്യം. രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസം, അത് ആബീബ് മാസം എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ മാസമാണ്. കുറെ നാൾ ഇരുന്ന് ദുഃഖിച്ചു. ആ കുറെ നാളിന്റെ വ്യാപ്തിയാണ്. ഡിസംബറിലാണ് ഈ വാർത്ത താൻ അറിയുന്നത്. അടുത്ത ഏപ്രിൽ വരെ താൻ ദുഃഖിച്ചിരിക്കുകയാണ്. തീരാത്ത ദുഃഖം പോലെ, മാറാത്ത ദുഃഖം പോലെ കഴിഞ്ഞ 4 മാസമായി ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രാജാവ് ഒരിക്കൽ നോക്കുമ്പോ ഇവന്റെ മുഖം വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നതായി കാണുന്നു. 2 വാക്യം. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. കുറെ നാൾ താൻ ദുഃഖിച്ചിരുന്നു. ഇവന്റെ ജോലി രാജാവിന്റെ അടുക്കൽ പാനപാത്രവാഹകനാണ്. രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ജോലിയാണ്. വെറുതെ വീഞ്ഞു മാത്രമല്ല, രാജാവ് കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണവും പദാർത്ഥവും ആദ്യം രുചിച്ചു നോക്കണം. രാജാവിനെ നശിപ്പിക്കാൻ ആരെങ്കിലും ഇതിൽ എന്തെങ്കിലും വിഷാംശം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുന്നത് പാനപാത്രവാഹകനാണ്. അപ്പൊ രാജാവുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ആയുള്ള ജീവിതമാണ്. രാജാവിന്റെ തൊട്ടടുത്താണ് തന്റെ താമസം. രാജാവുമായി ചേർന്നുള്ള ജീവിതമായതുകൊണ്ട് സകലവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള സംവിധാനം തനിക്ക് അവിടെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ 4 മാസമായി തൻ ഹൃദയത്തിൽ വളരെ ദുഃഖമുള്ളവനായി നടക്കുകയാണ്. രാജാവിനോട് ചോദിക്കുന്നു, 2 വാക്യം. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. അദ്ദേഹം ചെയ്തതായ 4ാമത്തെ കാര്യം, ഉപവസിച്ചു. പാനപാത്രവാഹകനായതുകൊണ്ട് സമൃദ്ധമായ ആഹാരം ഭക്ഷിക്കാൻ, പാനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള യഹൂദൻ അതെല്ലാം ഒഴിവാക്കി ഏകദേശം 4 മാസമായി ദുഃഖത്തോടുകൂടെ കഴിയുകയാണ്. അവൻ ഉപവാസത്തിൽ സമയം ചെലവഴിക്കുകയാണ്. രാജാവ് ചോദിച്ചു, എന്താ കുഞ്ഞ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ കഴിയും? എങ്ങനെ എനിക്ക് ദുഃഖിക്കാതിരിക്കാൻ കഴിയും? രാജാവ് ചോദിച്ചു, ഇതിനെന്താണ് പരിഹാരം? നിനക്കത് പണിയാൻ പോകണമോ? അവിടെ വായിക്കുന്നൊരു പ്രത്യേക വാക്യമുണ്ട്, ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് ഒരു അവധി വാങ്ങിച്ചു. പ്രശ്നങ്ങളുടെ നടുവിൽ ഹൃദയം തകർക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഓരോ വിശ്വാസിക്കും ചെയ്യാൻ കഴിയുന്ന 5 കാര്യം. എന്നെ അദ്ദേഹം പ്രാർത്ഥനാവീരനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ 7 പ്രാർത്ഥനകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. 1-4 വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. താൻ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. 1-6. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും. രാവും പകലും പ്രാർത്ഥിക്കുന്നു. അടുത്ത ഭാഗം, പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്. 2-4. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രാജാവിനോട് മറുപടി പറയുന്നതിന് മുമ്പ് താൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. 4-9. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 11-17. ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവൻ. ആ പ്രാർത്ഥനയെ കുറിച്ചുള്ള 7 വാക്യങ്ങളാണ്
നമ്മളിപ്പോൾ കണ്ടത്. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ താൻ ഉൾപ്പെടുത്തിയ ചില കാര്യങ്ങൾ നോക്കിയാട്ടെ. ഒന്ന്, താൻ തന്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. 1-ാം അധ്യായം 6-ാം വാക്യം. ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടത്. അപ്പൊ രാവും പകലും പ്രാർത്ഥിക്കുന്നു. അടിയന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണും തുറന്നുമിരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം, നാം നമ്മുടെ പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റുപറയണം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും. 2, ദൈവം വലിയവനാണ് എന്നവൻ ഏറ്റുപറഞ്ഞു. 5-ാമത്തെ വാക്യം. സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവം. മഹാനും ഭയങ്കരനുമായ ദൈവമേ, ദൈവത്തിന്റെ സർവശക്തിത്വം അവൻ വിശ്വസിച്ച് അത് വായ്കൊണ്ട് ഏറ്റുപറയുകയാണ്. 1:11. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്നടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ദൈവമേ, നിന്റെ ദയപ്രകാരം ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, മതിൽ പണിക്ക് വേണ്ടി താൻ ശ്രമിക്കുകയാണ്. 2-ാം അധ്യായം 17-ാം വാക്യം. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. അടുത്തത്, വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ യെരൂശലേമിന്റെ മതിലുകൾ പണിക. 1, നാം നിന്ദിതപാത്രരായിരിക്കാതെ മതിൽ പണിക. യെരൂശലേമിന്റെ മതിലിന്റെ പണിക്ക് വേണ്ടി താൻ അനുമതി പത്രം വാങ്ങിച്ച് ഒരു ഗവർണർ എന്ന പദവിയൊക്കെ സ്വീകരിച്ച് ക്രമീകരണങ്ങളോടുകൂടെ താൻ ഒരു വലിയ സംഘത്തെയും സ്വരൂകൂട്ടി അവിടേക്ക് ചെന്നു. 800 മൈൽ യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ. അവിടെ ചെന്നു എന്ത് ചെയ്തെന്നറിയാമോ? 2-ാമത്തെ വാക്യം. തന്റെ മനസ്സിൽ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ഞാനും എന്നോട് കൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. തിരുവെഴുത്തിൽ വായിക്കുന്നത്, രാത്രിയിൽ തന്നെ ഞാൻ എഴുന്നേറ്റ് ആ വാതിലുകളിൽ കൂടെ കടന്നുപോയി മതിലുകളൊക്കെയും നോക്കിക്കണ്ടു. അടുത്തൊരു പദം, എന്റെ മൃഗത്തിന് പോകാൻ പോലും ഇടമില്ലാതെ വണ്ണം ആ വാതിലുകൾ അത്രമാത്രം തകർന്നതായിരുന്നു. അടുത്തത്, രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികത്ത് കൂടി ചെന്ന് മതിൽ നോക്കിക്കൊണ്ട് താഴ്വരയിൽ വഴിയായി മടങ്ങി പോന്നു. രാത്രിയിൽ തന്നെ പോയി താൻ ഒറ്റയ്ക്ക് പോയി ആ സ്ഥിതിയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നു. മതിൽ പണിയാൻ തുടങ്ങിയാണ്. 4:19. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു, നാം മതിലിന്മേൽ ചിതറി. 2, നാം മതിലിന്മേൽ തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു. 2-ാമത്തെ വാക്യം. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റു പണിക. അങ്ങനെ ആ നല്ല പ്രവർത്തിക്കായി അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. 3-ാമത്തെ പദം അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, നാം എഴുന്നേറ്റ് പണിക. ആ നല്ല പ്രവർത്തിക്കായി അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. 2:20. അതിന് ഞാൻ അവരോട്, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അവന് പറയാനൊരു മറുപടി ഉണ്ട്. സ്വർഗത്തിലെ ദൈവം എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. ദൈവിക നിയോഗമനുസരിച്ച് അവൻ ചുവട് വയ്ക്കുകയാണ്. പണി തുടങ്ങിയപ്പോ എതിർപ്പും ഉണ്ടായി. ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 16:9. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. പൗലോസിന്റെ ജീവിതത്തിലും ശുശ്രൂഷയിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് മാത്രമല്ല, പണ്ടും ഇതുണ്ടായിരുന്നു. എക്കാലത്തും
ദൈവനിയോഗപ്രകാരം ചില പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ ദേശനിവാസികൾ എഴുന്നേൽക്കും. ദേശത്തെ അധിപതികൾ, പൈശാചിക ശക്തികൾ ആളുകളെ എഴുന്നേൽപ്പിച്ചു വിടും. നാം നിന്ദിത പാത്രരായിരിക്കാതെ മതിൽ പണിയുക എന്ന് പറഞ്ഞ് അവർ ചുവടുവെപ്പ് തുടങ്ങിയപ്പോൾ എതിർപ്പും തുടങ്ങുകയാണ്. പൗലോസ് പറഞ്ഞത്, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എങ്കിലും എതിരാളികളും പലതുണ്ട്. അവർക്കുണ്ടായ എതിർപ്പുകൾ നോക്കിയാട്ടെ. സൻബല്ലത്ത്, തോബിയാവ് തുടങ്ങിയവർ ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. 2:19. എന്നാൽ ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു. 1, ഞങ്ങളെ പരിഹസിച്ചു. അടുത്തത് 2, ഞങ്ങളെ നിന്ദിച്ചു. 3, നിങ്ങൾ രാജാവിനോട് മത്സരിക്കാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു ഭീഷണിപ്പെടുത്തുന്നു. 4:1. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ. കോപം മാത്രമല്ല, ഇപ്പൊ എന്തോ കൂടെ ഉണ്ട്, മഹാരോഷം. 2 കേൾവികൾ. മതിൽ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും എന്ന് കേട്ടപ്പോൾ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. എന്നാൽ മതിലുകൾ പണിയുന്നു എന്നും അറ്റകുറ്റങ്ങൾ തീർന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ സൻബല്ലത്തും തോബിയാവിനും മഹാകോപവും രോക്ഷവും ഉണ്ടാകുക. ഇനി വേറൊരു പുള്ളി പറയുന്നത് നോക്കിക്കേ, 4:2. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? മാനസികമായിട്ട് അവരെ തകർക്കാനുള്ള വാക്കുകളാണ് പറയുന്നത്. അടുത്തത്, അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. ശെമയ്യാവെന്ന് പറയുന്ന ഒരുവൻ വന്നിട്ട് പറഞ്ഞു, നെഹമ്യാവേ, ഇവിടെ നിൽക്കരുത്, ഇന്ന് രാത്രി അവർ നിന്നെ കൊല്ലാൻ വേണ്ടി വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നമുക്ക് 2 പേർ കൂടെ ഓടിപ്പോയി മന്ദിരത്തിനകത്ത് ഒളിച്ചിരിക്കുക. നെഹമ്യാവ് എന്താ പറഞ്ഞത്? വായിച്ചാട്ടെ. അതിന് ഞാൻ, എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? മതിൽ പണിയുടെ കാലത്തും പ്രതികൂലമുണ്ടായി. പക്ഷെ നെഹമ്യാവിന്റെ മറുപടി, എന്നെ പോലൊരുവൻ ഓടിപ്പോകുമോ? ജീവരക്ഷയ്ക്കായി ഞാൻ മന്ദിരത്തിലേക്ക് പോകുമോ? മാത്രമാണോ? 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, നിവേദ്യ എന്നു പേരുള്ള ഒരു പ്രവാചകിയെ വിളിച്ച് അവൾക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഈ പണിയെ മുടക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനി 4:3 നോക്കിയേ. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കൽമതിൽ ഉരുണ്ടു വീഴും. നെഹമ്യാവ് നിൽക്കുന്നത് ദൈവം അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ച കാര്യമായിട്ടാ. സൻബല്ലത്തും തോബിയാവും നിൽക്കുന്നത് ദുരാത്മ ശക്തികൾ അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച കാര്യമായിട്ടാ. അവരെന്താ പറയുന്നത്? നീ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ മതി, ഇതെല്ലാം കൂടെ ഇടിഞ്ഞു എറിഞ്ഞ് താഴെ വീഴും. നമ്മുടെ പണികളെ നിരുത്സാഹപ്പെടുത്തുന്ന ശക്തികളുണ്ട്. വാസ്തവത്തിൽ അത് അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവരെ കൊണ്ട് ചില ശക്തികൾ ചെയ്യിക്കുന്നതാണ്. സൻബല്ലത്തും തോബിയാവും ഒക്കെ തൊടുത്തു വിടുന്ന ഈ ആക്ഷേപ സ്വരങ്ങൾ വാസ്തവത്തിൽ അവരറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, പൈശാചിക ശക്തികൾ ആമേൻ അങ്ങനെ പറയിപ്പിക്കുന്നതാ. അവരുടെ ആഗ്രഹം എന്നും ഇത് തീ വെച്ച് ചുട്ടും വാതിലുകൾ കരിഞ്ഞും ഒക്കെ കിടക്കണമെന്നാ, ചണ്ടിക്കൂമ്പാരങ്ങളായി തന്നെ കിടക്കണമെന്നാ. ഈ ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോ ജനത്തിന്റെ മനസ്സ് വിടിഞ്ഞുപോയി. 4:10. എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. ജനത്തിന്റെ മനസ്സിടിയുന്നു, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവരുടെ ധൈര്യം ക്ഷയിച്ചു പോയി എന്നാണ് വായിക്കുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് സാത്താന്റെ തന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ 2 വായിക്കുന്നത്. എഫേസ്യർ 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. 2 കൊരിന്ത്യർ 2:11 സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ. സ്തോത്രം. ജനത്തിന്റെ മനസ്സിടിഞ്ഞു പോയില്ലേ? പക്ഷെ നെഹമ്യാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വാക്കുകളെയൊന്നും അവൻ മുഖവിലേക്ക് എടുത്തില്ല. അവര് പ്രതിരോധത്തിന് വേണ്ടി അവർ തയ്യാറാവുകയാണ്. ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. 4:17 ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും
മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. 21, 23 വാക്യങ്ങളിൽ വായിക്കുന്നു, നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ ഒരു കൂട്ടം ആളുകൾ കയ്യിൽ കുന്തം പിടിച്ചുകൊണ്ട് നിന്നു. കുളിക്കുന്ന സമയത്തുകൂടെയും ആയുധം ധരിച്ചുകൊണ്ട് നിന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കണം. തോബിയാവും സൻബല്ലത്തുമൊക്കെ തൊടുത്തു വിടുന്ന ആ തന്ത്രങ്ങളുടെ നടുവിൽ തകർന്നു പോകുകയല്ല, അതിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് നാം ദൈവത്തിന്റെ സർവായുധവർഗം എടുക്കുകയും ധരിക്കുകയും വേണം. ഇനി പണി തുടങ്ങി, ഇടയ്ക്ക് ജനത്തിന്റെ മനസ്സിടിഞ്ഞു പോയി. അവസാനം എന്ത് സംഭവിച്ചു? 6-15 വാക്യം. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് എലൂൽ മാസം 25-ാം തീയതി തീർത്തു. 52 ദിവസം കൊണ്ട് മതിലിന്റെ പണി പൂർത്തീകരിച്ചു. തകർച്ചകൾ ഉണ്ടായി, എതിർപ്പുകൾ ഉണ്ടായി, നിന്ദകൾ ഉണ്ടായി. പക്ഷേ ജനം ആയുധം ഏന്തിക്കൊണ്ട് ജാഗ്രതയോടെ നിന്ന് 52 ദിവസം കൊണ്ട് യെരൂശലേമിന്റെ മതിൽ പണിത് പൂർത്തീകരിച്ചു. തിരുവെഴുത്തിൽ വായിക്കുന്നത്, ലേവ്യരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടി 2 വലിയ സ്തോത്ര സംഘങ്ങൾ മതിലിന് മുകളിൽ കൂടെ നടന്നു. മതിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വിചാരിക്കുന്ന 8 ഇഞ്ച് കട്ടയ്ക്ക് കെട്ടുന്ന മതിലല്ല. 8 മുതൽ 12 മീറ്റർ വരെ ഉയരവും 2 മുതൽ 4 വരെ മീറ്റർ വീതിയുമുള്ളതായിരുന്നു പുരാതന കാലത്തെ മതിലുകൾ. ഇതിന് മുകളിൽ കുതിരവണ്ടിക്ക് വരെ ഓടി നടക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവന്മാർ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കുറുക്കൻ കയറിയാൽ ഇടിച്ചു. മതിൽ പണി പൂർത്തീകരിച്ചു. 52 ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തീകരിച്ചു. അതിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയും നടത്തി. 43 വാക്യം. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളോടുകൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷ കോശം ബഹുദൂരത്തോളം കേട്ടു. ഫിലിപ്പിയ ലേഖനം 1:4. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ആമേൻ. പണി ഇടയ്ക്ക് വെച്ച് നിലച്ചു പോകുമോ? പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ? പല ഉദ്യമങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഇടയ്ക്ക് വെച്ച് പരിപാടി അവസാനിപ്പിച്ചാൽ എന്താ തോന്നിയിട്ടില്ലേ? ആളുകളുടെ വല്ലാത്ത വാക്കുകൾ കേട്ടപ്പോൾ എനിക്കിനി പണിയാൻ പറ്റില്ല, എനിക്കിനി മുന്നേറാനാവില്ല എന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടില്ലേ? എന്നാൽ ഇന്ന് രാവിലെ ധൈര്യമായിട്ട് വിളിച്ചു പറയണം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. പറഞ്ഞാട്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സൻബല്ലത്തെ നീയല്ല, തോബിയാവേ തീയല്ല, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നമ്മുടെ ജീവിതത്തിന്റെ മതിൽ പണിയപ്പെട്ടിട്ടുണ്ടോ? നെഹമ്യാവും അതിന് പണിതു, പൂർത്തീകരിച്ചു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം കൂടെ വായിക്കുന്ന ഒരു വാക്യം, അവനവന്റെ വീടിന്റെ മുൻവശത്തെ അറ്റകുറ്റപ്പണി തീർത്തു. മതിൽ പണിക്ക് എല്ലാ വിധത്തിലുള്ള ജോലിക്കാരെയും ആവശ്യമുണ്ട്. പുരോഹിതന്മാർ പണിതു, തട്ടാന്മാർ പണിതു, കൊല്ലന്മാർ പണിതു, കല്ലുവെട്ടുകാർ പണിതു, ആശാരിമാർ പണിതു. എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തു. എല്ലാവരും അവരവരുടെ വീടിന്റെ മുൻവശത്തെ മതിലുകൾ പണിതുണ്ടാക്കി. എനിക്ക് നിങ്ങളെയൊക്കെ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റും അല്ലേ? ആ സഹോദരൻ അങ്ങനെ, ഈ സഹോദരി ഇങ്ങനെ, കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ളേ? പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ മതിൽ ഇന്ന് രാവിലെ മറ്റുള്ളവരുടെ കുറ്റം നോക്കുമ്പോൾ നമ്മളിലേക്ക് നോക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണോ? എന്തിനാ പുരാതന കാലത്ത് മതിലുകൾ പണിതത്? മതിലുകളില്ലാത്ത പട്ടണത്തിലേക്ക് ശത്രുവിനെ ഏത് സമയത്തും കടന്നു കയറാം. മതിലില്ലാത്ത പട്ടണത്തിൽ താമസിക്കുന്നവന് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല. നാം നമ്മുടെ ജീവിതത്തിന്റെ മതിലുകൾ തീർത്താൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തീമതിലായി വെളിപ്പെടും. ദൈവം നമുക്ക് തീമതിലായിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ പണിയണം. അവനവന്റെ കുറ്റം തീർത്തു. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ മതിൽ പൊളിഞ്ഞു കിടപ്പുണ്ടോ? സദൃശവാക്യം 25:28. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പണിയാനായി നമ്മെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. പാത്രമേവാ മമ്മേ മായകൻ കൈവിടുമോ?
ഇന്നിത പാത്രമേവാ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ.